മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നേമം മണ്ഡലത്തില് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാൻ പോകുന്നത് 20,000-ലധികം ഭൂരിപക്ഷത്തോടു കൂടിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. വെറുതെ പറയുന്നതല്ല, കൃത്യമായ അതിന്റെ കണക്കുകൾ ഇവിടെ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് എങ്ങനെയാണ് 20,000-ലധികം ഭൂരിപക്ഷത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുക എന്നുള്ളത് നേമത്തെ ഇന്നത്തെ രാഷ്ട്രീയം ഒന്ന് മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് ശിവൻകുട്ടി രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് SDPIയുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഞാൻ ആദ്യം തന്നെ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എങ്കിൽ ഞങ്ങൾ CPM തന്നെ പിന്തുണക്കാം. മുഖ്യമന്ത്രി ഞങ്ങളുടെ വോട്ട് സ്വീകരിക്കുന്ന തടസ്സമില്ല എന്ന് പറയുന്നുവെങ്കിൽ അത് സ്വാഗതാർഹമാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് SDPIയുടെ വോട്ട് ഈ പറയുന്ന CPM-ന് കൊടുത്താൽ പ്രശ്നമില്ല എന്നുള്ളത് ഓക്കെ ആണെങ്കിൽ ഞങ്ങളത് കൊടുക്കും, ഞങ്ങളത് കൊടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി എന്താണ് പറയുന്നത് എന്നുള്ളത് കൂടി ഞാനിന്ന് ഇവിടെ കൊടുക്കാം. നിങ്ങളത് കേട്ടു. SDPIയുടെ വോട്ട് വേണ്ട എന്ന് ശിവൻകുട്ടി പറയില്ല. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അയാളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കടമയെന്ന് പറഞ്ഞാൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടില്ലേ? ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെയാണ് തകർക്കുന്നത് എന്നുള്ളതാ യാഥാർത്ഥ്യം. അഭിമന്യു എന്ന SFI-കാരനെ കൊലപ്പെടുത്തിയത് ആരാ? SDPI. ആ SDPIക്കെതിരെ SDPI ആണ് കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് നിരന്തരം CPM തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നിരന്തരം അഭിമന്യുവിന്റെ ഫോട്ടോ പൊക്കിപ്പിടിച്ചിട്ട് വർഗീയതക്കെതിരെ എന്ന് പറഞ്ഞ് എത്ര പ്രകടനങ്ങൾ നമ്മുടെ തെരുവോരങ്ങൾ കണ്ടു. ആ SDPIയുടെ വോട്ട് വാങ്ങുമെന്നാണ് ഇപ്പോ മുഖ്യമന്ത്രിയോട് SDPIയെ കുറിച്ച് ചോദിച്ചപ്പോഴേക്കും ശുഭിതരാവുക ചെയ്തത്. അതെന്താണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അതിന് മറുപടി പറയണം. ആ രീതിയിൽ ശിവൻകുട്ടി പറയുന്നത് കേട്ടില്ലേ? വോട്ട് വാങ്ങും. ഇത് നേമം ജനത കൃത്യമായിട്ട് തിരിച്ചറിയാം. ഇനി എങ്ങാനും നേമത്ത് ശിവൻകുട്ടി ജയിച്ചാൽ CPM ആണ് അവിടെ വിജയിക്കുന്നത്? ഒരിക്കലല്ല, അവിടെ SDPI ആണ് വിജയിക്കുന്നത് എന്ന് വിവേകമുള്ള നേമത്തെ സകല ജനത വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നേമത്തെ ജനത കൂട്ടമായിട്ട് അവിടെ BJPക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. CPM-ന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ പോലും മാറ്റിയാണിപ്പോ വോട്ട് ചെയ്യാൻ അവിടെ ഇനി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വർഗീയ പാർട്ടിയെ ഒരിക്കലും നേമത്തെ ജനത തിരഞ്ഞെടുക്കില്ല. SDPI എന്ന വർഗീയ പാർട്ടിയെ ഒരിക്കലും നേമത്തെ ജനത തിരഞ്ഞെടുക്കില്ല. ശിവൻകുട്ടി ജയിച്ചാൽ അവിടെ SDPI ആണ് വിജയിക്കുക എന്നുള്ളതിൽ തർക്കമില്ലാത്ത വിഷയ. ഇതുകൊണ്ടൊക്കെയാണ് വ്യക്തമായിട്ട് പറയുന്നത് നേമത്ത് 20,000-ലധികം ഭൂരിപക്ഷത്തില് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്നുള്ളത്. അതേസമയം BJP അവിടെ കൃത്യമായിട്ട് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കാം. രാജീവ് ചന്ദ്രശേഖർ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി നേമത്തെ കരമന ജുമാ മസ്ജിദിലും മണക്കാട് വലിയ പള്ളിയിലും പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസി സമൂഹത്തെ നേരിൽ കാണാനും അവരുമായി ആശയവിനിമയം നടത്താനും സാധിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ അബ്ദുൽ സലാംജിക്കും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം മണക്കാട് മസ്ജിദ് അഡ്ഹോക്ക് കമ്മിറ്റി ചെയർമാൻ സുലൈമാൻ ഹാജി, കരമന മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ശ്രീ MA ജലീൽ എന്നിവരെ സന്ദർശിച്ചു. വികസിത നേമം, വികസിത കേരളം എന്നീ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകൾ അവരുമായി പങ്കുവച്ചു. ഓരോ കുടുംബത്തെയും നേരിട്ട് കണ്ട് എല്ലാവരുടെയും പരാതികളും നിർദ്ദേശങ്ങളും കേട്ട് വികസന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് പ്രചാരണത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഒരുമിച്ച് നമുക്ക് വികസന ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാം. മാറാത്തത് മാറും, ഇനി നേമം വളരും. രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ. അതായത് SDPI പോലെയുള്ള വർഗീയ പാർട്ടികളെ തള്ളിക്കൊണ്ട് സാധാരണ മുസ്ലിങ്ങളെ രാജീവ് ചന്ദ്രശേഖർ അവിടെ കൃത്യമായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ മാത്രമല്ല, അവിടെയുള്ള ക്രിസ്ത്യൻ സമുദായത്തെയും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തൊരു പോസ്റ്റ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഓശാന ഞായർ ദിവസമായ ഇന്ന് നേമത്തെ ചരിത്രപ്രസിദ്ധമായ സെന്റ് ആന്റണീസ് പള്ളിയിലും CSI പള്ളിയിലും നടന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എന്നെ നേരിൽ കണ്ട് അനുഗ്രഹിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്ത ഫാദർ
വിൽഫ്രഡിനും ഫാദർ രാജേഷിനും വിശ്വാസി സമൂഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ പങ്കുവെച്ച പ്രതീക്ഷകളും സ്വപ്നങ്ങളും വികസിത നിയമവും വികസിത കേരളവും യാഥാർത്ഥ്യമാക്കാനുള്ള എന്റെ ശ്രമങ്ങൾക്ക് പുതിയ കരുത്തും ഊർജവും പകരുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും തുല്യമായ അവസരങ്ങളും ഉറപ്പാക്കി ഓരോ കുടുംബത്തിന്റെയും സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി ലക്ഷ്യമുള്ളതാണ് BJP NDA മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാട്. നമുക്കൊരുമിച്ച് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അതായത് രാജീവ് ചന്ദ്രശേഖർ എല്ലാ മതങ്ങളിലെയും സാധാരണ വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വർഗീയ സംഘടന, നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ളതിനെ തള്ളിക്കളയുന്നു. SUPയെ തള്ളിക്കളയുന്നു. മഅ്ദനി എന്ന തീവ്രവാദിയുടെ PDPയെ തള്ളിക്കളയുന്നു. ഈ തീവ്രവാദ അനുകൂല പാർട്ടികള്, പച്ചവർഗീയ പാർട്ടികള്, ഇവരെയൊക്കെ തന്നെ UDFും LDFും തോളോട് തോളു ചേർത്താണ് ഇത്തവണ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് രംഗത്തെത്തിയത്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം സതീശനൊക്കെ എന്ത് വർഗീയതയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് എന്നാ ചോദിക്കുന്നത്. ലോകം മൊത്തം നശിപ്പിക്കുന്ന, ലോകം മൊത്തം കുട്ടിച്ചോറാക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റാണ് UDF കൊടുക്കുന്നത്. അതേപോലെ തന്നെ SUPയുടെ വോട്ടാണ് ഈ പറയുന്ന LDF പരസ്യമായിട്ട് വാങ്ങുന്നത്. പരസ്യമായിട്ട് SUP പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു 20,000-ലധികം ഭൂരിപക്ഷത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തും എന്നുള്ളത്. ഇത് വെറുതെ ഉള്ളൊരു കണക്കല്ല. കൃത്യമായിട്ട് ഞാൻ മുന്നോട്ട് വെക്കാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് നേമം മണ്ഡലത്തില് 22,126 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 61,227 വോട്ടാണ് നേമം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ചത്. അതായത് 22,126 വോട്ടിന്റെ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില്. ഇത് മാത്രല്ല, ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പില് 7,913 വോട്ടിന്റെ ലീഡ് ഉണ്ട്. ഈ നേമം മണ്ഡലത്തിൽ BJPയുടെ ലീഡാണ്. 7,913 വോട്ടിന്റെ ഭൂരിപക്ഷം. അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ അതൊരു ട്രെൻഡാണ് കേരളത്തിലുള്ള എന്നൊക്കെ പറഞ്ഞ് അത് നരേന്ദ്രമോദിക്ക് മാത്രമുള്ള വോട്ടാണ് എന്നൊക്കെ പറയാമായിരുന്നു. എന്നാൽ അതിന് ഒരു സാധ്യതയില്ല. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലും 10,000-ന് അടുപ്പിച്ചിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഈ പറയുന്ന നേമം മണ്ഡലത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും ലഭിച്ചു എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിച്ചിട്ടാണ് ഈ പറയുന്ന നേമം മണ്ഡലത്തിൽ 20,000-ലധികം ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പില്. അപ്പൊ തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ 20,000-ലധികം ഭൂരിപക്ഷത്തില് രാജീവ് ചന്ദ്രശേഖർ പാട്ടം പാടി വിജയിച്ചിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കാരണം വളരെ വ്യക്തമാണ്. ഈ SUPI പോലെയുള്ള പച്ച വർഗീയവാദികളായിരിക്കും ശിവൻകുട്ടി അവിടെ ജയിച്ചാൽ വിജയിക്കാൻ പോകുന്നത്. ഇത് നേമത്തെ ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് രാജീവ് ചന്ദ്രശേഖരെ വിജയിപ്പിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.